നമസ്കാരം. പരാജയത്തെ അംഗീകരിക്കാൻ പഠിക്കണം സഖാക്കന്മാരെ. മാധ്യമങ്ങളുടെ തലയിലിട്ട് നിങ്ങളുടെ കഴിവുകേട് മറയ്ക്കാൻ ശ്രമിക്കരുത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഭരണകക്ഷിയായ LDFനും വിശിഷ്യ CPMനും നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിതവും കനത്തതുമായ തിരിച്ചടി തന്നെയാണ്. എന്നാൽ ഈ പരാജയത്തെ രാഷ്ട്രീയമായി ഉൾക്കൊള്ളുന്നതിന് പകരം വിചിത്രമായ ന്യായീകരണങ്ങളുമായി ജനവിധിക്ക് മേൽ നിഴൽ വീഴ്ത്താനാണ് CPM സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. മാധ്യമങ്ങളെ പഴിച്ചും സ്ഥിതി വിവര കണക്കുകൾ വളച്ചൊടിച്ചും പരാജയ ഭാരത്തിൽ നിന്ന് തലയൂരാനുള്ള MV ഗോവിന്ദന്റെ ശ്രമങ്ങൾ രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടെ തന്നെയാണ് വീക്ഷിക്കുന്നത്. സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ ഉന്നയിച്ച പ്രധാന ആരോപണം മാധ്യമങ്ങൾ കള്ളപ്രചാരണം നടത്തിയെന്നാണ്. ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാണ് ഇടതുമുന്നണിക്ക് വോട്ട് കുറഞ്ഞത് എന്ന വാദം വോട്ടർമാരുടെ വിവേകത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ അതൃപ്തരാണ് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതിന് പകരം മാധ്യമ സിൻഡിക്കേറ്റ് എന്ന പഴയ പല്ലവി ആവർത്തിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ആത്മവിശ്വാസമില്ലായ്മയല്ലാതെ മറ്റെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വിഹിതം വർദ്ധിച്ചുവെന്നും 60 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡുണ്ടെന്നുമുള്ള അവകാശവാദം പരാജയത്തെ വെള്ളപൂശാനുള്ള പാഴ്ശ്രമമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയവും പ്രാദേശികവുമായ സാഹചര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ബോധ്യമുള്ള പാർട്ടി നേതൃത്വം ഭരണ സംവിധാനങ്ങൾ കൈവിട്ടു പോയതിനെ ന്യായീകരിക്കാൻ വോട്ടിംഗ് ശതമാനത്തെ കൂട്ടുപിടിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ് തന്നെയാണ്. ഭരണം നഷ്ടപ്പെട്ട പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും എണ്ണം പരിശോധിക്കുമ്പോൾ ഈ കണക്കിലെ കളി ജനങ്ങൾക്കിടയിൽ വില പോവില്ല എന്ന കാര്യം സഖാക്കന്മാർ തിരിച്ചറിയണം. ശബരിമല വിഷയം LDFനെ ബാധിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ പന്തളം നഗരസഭയിലെ വിജയം ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ പാർട്ടി സ്വന്തം പരാജയങ്ങളെ ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നഗരമേഖലകളിൽ ഇടതുമുന്നണിക്കുണ്ടായ വൻ ഇടിവും മധ്യ കേരളത്തിലെ തിരിച്ചടിയും വിരൽ ചൂണ്ടുന്നത് സർക്കാരിന്റെ വീഴ്ചകളിലേക്കാണ്. സംഘടനാ ദൗർബല്യം എന്ന് ലളിതമായി വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുമായുള്ള പാർട്ടിയുടെ അകൽച്ചയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ഭയം പാർട്ടിയെയും അതുപോലെ തന്നെ പിണറായി സർക്കാരിനെയും വല്ലാതെ അലട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് പരിഹാരം എന്നോണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന കേരള യാത്ര വെറും ഒരു PR വ്യായാമമായി മാറുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. അമിത ആത്മവിശ്വാസം തിരിച്ചടിയായെന്ന് സമ്മതിക്കുമ്പോഴും ജനങ്ങൾക്കിടയിലെ ഭരണവിരുദ്ധ വികാരം തണുപ്പിക്കാൻ വെറും യാത്രകൾ കൊണ്ട് സാധിക്കുമോ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നിരന്തരം ചോദിക്കേണ്ട ഒരു ചോദ്യം. പരാജയ കാരണങ്ങൾ ആഴത്തിൽ വിശകലനം ചെയ്ത് തിരുത്തലുകൾ വരുത്തുന്നതിന് പകരം പഴി മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും മേൽ കെട്ടിവെക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലിയല്ല. ജനവിധിയിലെ സന്ദേശം ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ വിചിത്രമായ ന്യായീകരണങ്ങളിൽ അഭയം പ്രാപിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാനേ ഉപകരിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പരാജയപ്പെട്ട ഇടങ്ങളിൽ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നതിന് പകരം അവരെ കുറ്റപ്പെടുത്തുന്ന സമീപനം തിരുത്തേണ്ടതുണ്ട്. നന്ദിയില്ലാത്തവരെന്നൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ അല്ലെ? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം കേവലം പ്രാദേശികമായ ഒരു ജയപരാജയം മാത്രമല്ല, മറിച്ച് പിണറായി സർക്കാരിലെ കഴിഞ്ഞ കാലത്തെ ഭരണശൈലിയോടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നയങ്ങളോടുമുള്ള ജനങ്ങളുടെ ശക്തമായ വിയോജിപ്പിന്റെ പ്രതിഫലനം കൂടിയാണ്. എന്നാൽ ഈ ജനവികാരത്തെ ഉൾക്കൊള്ളുന്നതിന് പകരം വിചിത്രമായ ന്യായീകരണങ്ങളിലൂടെ പരാജയത്തെ മൂടിവെക്കാൻ ശ്രമിക്കുന്ന CPM നേതൃത്വം യഥാർത്ഥത്തിൽ ജനവിധിയെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങളുടെ കള്ളപ്രചാരണം മൂലം ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് പരാജയത്തിന് കാരണമെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന സർക്കാരിനെതിരെ ഉയർന്നു വന്ന സ്വാഭാവികമായ ജനരോഷത്തെ കണ്ടില്ലെന്ന് നടിക്കലല്ലാതെ മറ്റെന്താണ്? അഴിമതിയും ധാർഷ്ട്യവും സാമ്പത്തിക കെടുകാര്യസ്ഥതയും മുഖമുദ്രയാക്കിയ ഒരു ഭരണകൂടത്തോടുള്ള സാധാരണക്കാരന്റെ പ്രതിഷേധമാണ് ബാലറ്റ് ബോക്സുകളിൽ കണ്ടത് എന്ന് തിരിച്ചറിയാൻ സഖാക്കന്മാർ തയ്യാറാവണം. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും പേരിൽ ഉയർന്ന മാസപ്പടി വിവാദം, കരുവന്നൂർ പോലുള്ള സഹകരണ ബാങ്കുകളിൽ നടന്ന തട്ടിപ്പുകൾ, സർക്കാർ സംരക്ഷണയിൽ നടക്കുന്ന അഴിമതികൾ എന്നിവ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? ഇതിനു പുറമെയാണ് സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി. സാധാരണക്കാരന്റെ ആശ്രയമായ ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം മുടങ്ങിക്കിടക്കുമ്പോഴും ആഡംബരങ്ങൾക്കും PR വർക്കുകൾക്കും കോടികൾ ചിലവാക്കുന്ന സർക്കാരിനോടുള്ള കടുത്ത അമർഷം ഈ ജനവിധിയിൽ നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാവുന്നതാണ്. ജനപക്ഷ സർക്കാർ എന്ന അവകാശവാദം വെറും മുദ്രാവാക്യമായി ഒതുങ്ങുകയും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാവുകയും ചെയ്തപ്പോൾ ഉണ്ടായ സ്വാഭാവിക പ്രതികരണം മാത്രമാണിത്. വോട്ട് വീതം വർദ്ധിച്ചു എന്ന കണക്കുകൾ നിരത്തി പരാജയത്തെ മറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകൾ പോലും ചോർന്നു പോയത് ഭരണത്തോടുള്ള മടുപ്പ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ പരാജയവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിക്രമങ്ങളും സാധാരണ ജനങ്ങളെ സർക്കാരിൽ നിന്ന് ഏറെ അകറ്റി നിർത്തിയിട്ടുണ്ട്. യുവജനങ്ങൾക്കിടയിലുള്ള തൊഴിലില്ലായ്മയും PSC നിയമനങ്ങളിലെ അഴിമതിയും സർക്കാർ വിരുദ്ധ വികാരത്തിന് ആക്കം കൂട്ടി.
സംഘടനാ ദൗർബല്യം എന്ന് പാർട്ടി വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുമായുള്ള സമ്പർക്കം നഷ്ടപ്പെട്ടതിനെയാണ്. ഭരണത്തിന്റെ തണലിൽ പാർട്ടി പ്രവർത്തകർ കാട്ടുന്ന ധാർഷ്ട്യവും പ്രാദേശിക തലത്തിലെ വീഴ്ചകളും ഈ പരാജയത്തിന് ആഴം കൂട്ടി. പരാജയ ഭീതി മറികടക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള യാത്രയ്ക്ക് ഒരുങ്ങുന്നത് ഭരണവിരുദ്ധ വികാരം തണുപ്പിക്കാനാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ നയങ്ങളിലും സമീപനങ്ങളിലും മാറ്റം വരുത്താതെ യാത്രകൾ നടത്തിയത് കൊണ്ട് മാത്രം ജനങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല സഖാക്കന്മാരെ. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെ മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നതിന് പകരം ഭരണത്തിലെ പാളിച്ചകൾ പരിശോധിക്കാനാണ് CPM ഇപ്പോൾ തയ്യാറാകേണ്ടത്. ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന വാദം വോട്ടർമാരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് പരിഹസിക്കുന്നത്. ശബരിമല വിഷയത്തിലടക്കം പാർട്ടി സ്വീകരിച്ച ഇരട്ടത്താപ്പും ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ട അരക്ഷിതാവസ്ഥയും ഭരണവിരുദ്ധ വികാരമായി പരിണമിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ജനവിധി ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അധികാരത്തിന്റെ ഹുങ്കിൽ ജനങ്ങളെ അവഗണിക്കുകയും അഴിമതിയെ വെള്ളപൂശുകയും ചെയ്യുന്ന രീതി തുടർന്നു പോരുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കേരള യാത്രകൾ വെറും പ്രഹസനമായി തന്നെ അവസാനിക്കും. പരാജയത്തിന്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം സ്വന്തം കണ്ണാടിയിൽ നോക്കി തെറ്റുകൾ തിരുത്താനാണ് സർക്കാർ മുതിരേണ്ടത് എന്നതാണ് ഈ അവസരത്തിൽ പറയേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ.